ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കാളിയമർദ്ദനമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിൽ കാളിയൻ്റെ പൂർവചരിതം, ആരായിരുന്നു കാളിയൻ, എങ്ങനെയാണ് യമുനാ നദിയുടെ ഈ കയത്തിലേക്ക് കാളിയൻ എത്തിച്ചേർന്നത് എന്നുള്ള ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് നമ്മൾ കാളിയമർദ്ദനത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. ഭഗവാൻ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഗോകുലത്തിൽ കളിച്ച് വളർന്ന് വരികയാണ്, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ അസുര നിഗ്രഹങ്ങളൊക്കെ തന്നെ അവിടെ നടത്തുന്നുണ്ട്. കുട്ടികളുമായി കൂടിച്ചേർന്നിരുന്ന് പുല്ലാങ്കുഴൽ വായിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഗോപസ്ത്രീകളുടെ കൂടെ കളിക്കുന്നുണ്ട്. പശുക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഉണ്ണികൃഷ്ണനെ, കാരണം വേണുഗാനം ഉതിർത്തിട്ട് അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി സാക്ഷാൽ വൈകുണ്ഠപതി ഗോകുലത്തിൽ വാണരുളുകയാണ്. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഒരുങ്ങി പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ ആയിട്ട് അവരെ മേയ്ക്കുന്നതിനായിട്ട് കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും ഒക്കെ ഒരുമിച്ചിട്ട് ഈ പുൽപ്രദേശങ്ങളുണ്ട്, ആ പുൽപ്രദേശങ്ങളിലേക്ക് എന്നും പോകാറുണ്ട്. അതിനുശേഷം പശുക്കൾക്ക് ധാരാളം പുല്ലുമൊക്കെ വയറു നിറച്ച് കൊടുത്തതിനു ശേഷം യമുനാ നദിയിലെ ജലവും ഒക്കെ അവർക്ക് കൊടുത്തതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാറുമുണ്ട്. അതിനിടയ്ക്ക് ധാരാളം കളികളൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ആ ഭാഗങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാളിയമർദ്ദനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ രാവിലെ കൃഷ്ണൻ കൂട്ടുകാരും ഒരുമിച്ച് പതിവ് പോലെ ഗോക്കളോടുകൂടി അവരെ മേയ്ക്കുന്നതിനായിട്ട് പുറപ്പെടുകയാണ്. അന്ന് ബലരാമൻ കൂടെ പോയില്ല. പക്ഷേ യശോദ പറയുകയും ചെയ്തു, ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കണ്ണൻ അത് കേട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും, തന്നിഷ്ടം പോലെയാണ് ഇവൻ്റെ പോക്ക് എന്നൊക്കെ യശോദ തന്നെത്താനെ പിറുപിറുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടുകാരൊന്നിച്ച് ആഹ്ലാദത്തോടു കൂടി യമുനയുടെ അടുത്ത് ഇവരെത്തിച്ചേർന്നു. പശുക്കളെ മേയാനായിട്ട് വിട്ടിട്ട് അവിടെ ഇരുന്ന് അവർ കളിക്കുവാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ പശുക്കൾക്ക് വളരെയധികം ആനന്ദം ഉണ്ടാക്കുന്നതിനായിട്ട് വേണുഗാനങ്ങൾ ഉതിർത്തുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ശ്രീതാമാവ് എന്ന് പറഞ്ഞ ഒരു ഗോപകുമാരൻ ഉണ്ടായിരുന്നു. ശ്രീതാമാവ് പറയുകയാണ്, കൃഷ്ണ, നമുക്കിന്ന് വഴി തെറ്റിപ്പോയോ? കാളിന്തിയുടെ ഈ തീരത്ത് നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. ഇവിടെ ആകെ ഒരു മൂകത വ്യാപിച്ചിരിക്കുന്നു. തണലുള്ള വൃക്ഷങ്ങൾ പോലും ഈ പ്രദേശത്തില്ല. പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലുകളും വളരെ കുറവ്. ഈ സ്ഥലം നമുക്ക് പറ്റിയതല്ല. വെയിലാകുന്നതിന് മുമ്പ് നമുക്കിവിടെ നിന്നും എങ്ങോട്ടേക്കെങ്കിലും പോകാം എന്ന് ഈ ശ്രീതാമാവ് പറയുകയാണ്. അത് കേട്ടപ്പോൾ മറ്റു ഗോപന്മാർ പറഞ്ഞു, ശരിയാണ്, നമുക്കിന്ന് വഴി തെറ്റിപ്പോയി, നമ്മൾ എന്നും വരുന്ന വഴിയല്ല ഇത്, നമുക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ സമയം ഉച്ചയാകാറായി. വെയിലിൻ്റെ കഠിനമായ ചൂട് എല്ലാവരും ദാഹിച്ചു. അവർ കാളിന്തിയിലെ ഒരു ഗർത്തത്തിലിറങ്ങി കൈ നിറയെ വെള്ളം കോരി കുടിച്ച് തങ്ങളുടെ ദാഹം ശമിപ്പിച്ചു. പുറകെ പശുക്കളും വന്ന് ആ ഗർത്തത്തിൽ നിന്നും ജലം കുടിച്ചു. അയ്യോ കഷ്ടം! ജലം കുടിച്ച ഗോപ ബാലന്മാരും ഗോക്കളുമെല്ലാം പെട്ടെന്ന് അവിടെ വീണ് മരിച്ചുപോയി. എന്താണിതിന് കാരണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആലോചിച്ചു. കാളിയൻ എന്ന കരാള കാളസർപ്പം ആ നദിയിൽ അഹങ്കരിച്ച് താമസിക്കുന്നുണ്ട് എന്നും അവൻ്റെ വിഷം കലർന്ന ജലം കുടിച്ചതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള അത്യാഹിതം സംഭവിച്ചതെന്നും ഭഗവാന് മനസ്സിലാകുന്നു. തൽക്ഷണം തന്നെ തൻ്റെ തൃക്കണ്ണുകളാൽ കണ്ണൻ ആ കുമാരന്മാരെയും ഗോക്കളെയും കരുണയോടുകൂടി ഒന്ന് നോക്കുകയാണ്. അവരെ ബാധിച്ചിരുന്ന സർപ്പവിഷത്തിൻ്റെ ശക്തി ഭഗവാന്റെ
കരുണാപൂർണമാകുന്ന ആ നോട്ടത്തിലൂടെ പാടെ നശിച്ചുപോയി. അവർ ഉറക്കത്തിൽ നിന്നും ഉണർന്നവരെ പോലെ കണ്ണുകൾ തുറന്ന് കൈകാലുകൾ ഇളക്കി എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്തു വന്ന് നിന്നു. പശുക്കളും ജീവിച്ചു. അവരെല്ലാവരും കൃഷ്ണനെ നോക്കിക്കൊണ്ടു നിന്നു. അഹങ്കാരിയും ദുഷ്ടനുമായ കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിക്കണം എന്ന് ഭഗവാൻ മനസ്സിൽ നിശ്ചയിച്ചു. ആ ദുഷ്ടസർപ്പം തൻ്റെ ഭാര്യമാരോടും തൻ്റെ ജാതിവർഗങ്ങളോടും കൂടി കാളിന്ദിയുടെ ഈ കയത്തിൽ താമസമുറപ്പിച്ചിട്ട് കാലം കുറേയായി. അവൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ആ വിഷം കലർന്ന് ഈ പുണ്യജലം മുഴുവനും വിഷമായി തീർന്നിരിക്കുന്നു. അതുകാരണം ആ ജലത്തിൽ, ആ നദിയുടെ ആ ഭാഗത്ത്, ആ ഗർത്തത്തിൽ, ആ കയത്തിൽ യാതൊരുവിധ ജലജീവികളും താമസം ഉറപ്പിച്ചിരുന്നില്ല. കാരണം ആരെങ്കിലും അപ്രതീക്ഷിതമായി ആ കയത്തിലേക്ക് വന്നു വീണാൽ ഉടൻ തന്നെ അവർ മരിച്ചു പോകുമായിരുന്നു. അവൻ്റെ ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ മരങ്ങളും കരിഞ്ഞു പോയിരുന്നു. ആകപ്പാടെ പച്ച കെടാതെ ഒരു നീലക്കടമ്പു വൃക്ഷം മാത്രം അതിൻ്റെ തീരത്ത് നിൽപ്പുണ്ട്. എന്തുകൊണ്ടായിരിക്കാം മറ്റു മൃഗങ്ങളും മറ്റു മരങ്ങളുമെല്ലാം നശിച്ചിട്ടും ആ കടമ്പു വൃക്ഷം മാത്രം നശിക്കാതെ നിൽക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. പണ്ട് ഗരുഡൻ തൻ്റെ മാതാവായ വിനീതയുടെ ദാസ്യം തീർക്കുന്നതിനായി ദേവകളെ തോൽപ്പിച്ച് ഇന്ദ്രലോകത്തു നിന്നും അമൃത കലശവും കൊണ്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ കുറച്ചു സമയം വിശ്രമിക്കുന്നതിനായി ആ നീലക്കടമ്പു മരത്തിൽ ഇരുന്നിരുന്നു. ഗരുഡൻ്റെ ഭാരം കൊണ്ട് വൃക്ഷം ഇളകിയപ്പോൾ കലശത്തിലിരുന്ന അമൃതം തുളുമ്പി ഏതാനും തുള്ളികൾ ആ മരത്തിൻ്റെ കൊമ്പിന്മേൽ പതിച്ചിരുന്നു. അന്ന് കാളിയൻ കാളിന്ദിയിൽ ഉണ്ടായിരുന്നില്ല. ആ അമൃതത്തിൻ്റെ ആ തുള്ളികൾ പറ്റി ഇരുന്നത് കൊണ്ട് കാളിയൻ്റെ വിഷം ഏറ്റിട്ടും ആ നീലക്കടമ്പു മരം മാത്രം പച്ച പിടിച്ച് നിന്നു. ആ നീലക്കടമ്പു മരത്തിൽ ഭഗവാൻ നാരായണൻ ചാടിക്കയറി അതിൻ്റെ അഗ്രഭാഗത്തിലെത്തി നദിയുടെ അഗാധ തലത്തിലേക്ക് വീക്ഷിച്ചു. വിചിത്രവർണ്ണങ്ങളോടു കൂടിയ നിരവധി പുള്ളികൾ നിറഞ്ഞ ഒരു പാമ്പ് പുളഞ്ഞുല്ലാസത്തോടുകൂടി കാമിനികളും പുത്രന്മാരുമായി മേളിച്ചാനന്ദിച്ചുകൊണ്ട് അവൻ കാളിന്ദിയിൽ വിഹരിക്കുന്നു. അത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ കാണുകയാണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഭഗവാൻ ആ വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ നിന്നും കാളിന്ദിയുടെ അഗാധ തലത്തിലേക്ക് കുതിച്ച് ചാടി. ആ പതനത്തിൻ്റെ ശക്തിയാൽ ഒരു പർവ്വതം പറന്നു വീണാൽ എന്നതുപോലെ നദീജലം ഇളകി മറിഞ്ഞു. എന്താണ് ഇത്ര ശക്തിയോടുകൂടി ഇങ്ങോട്ട് പതിച്ചത് എന്നറിയുന്നതിന് വേണ്ടി ആ ദുഷ്ടസർപ്പം തല ഉയർത്തി എത്തി നോക്കി. എന്താ കണ്ടത്? ഒരു കൊച്ചു പയ്യൻ, ഒരു കൊച്ചു ബാലൻ അതാ നീന്തി നീന്തി തൻ്റെ അരികിലേക്ക് വരുന്നു. കാളിയന് ദേഷ്യം വന്നു. കാളിയൻ ഇങ്ങനെ ചോദിച്ചു, എടാ, മരിക്കാൻ വേണ്ടി ഈ വെള്ളത്തിൽ ചാടി നീന്തുന്ന നീ ആരാണ്? എൻ്റെ വിഷജ്വാലയേറ്റ് ഒരു മത്സ്യം പോലും ഈ ജലത്തിൽ ജീവിക്കുന്നില്ല. അതറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്? തൻ്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന് പ്രതിയോഗിയെ ധരിപ്പിക്കുന്നതിനു വേണ്ടി കാളിയൻ അവൻ്റെ 1000 ഭണങ്ങളും ഉയർത്തി നാസാരന്ധ്രങ്ങളിൽ കൂടി ഒന്നു ചീറ്റിയപ്പോൾ ജലം അത്യുഗ്രശക്തിയോടുകൂടി മേൽപോട്ട് വളരെ ഉയർന്നു പൊങ്ങി.
കൃഷ്ണൻ ഇതെല്ലാം കണ്ടു. പക്ഷേ കൃഷ്ണന് പേടിയില്ല. പേടിയില്ലാതെ അവൻ മുമ്പോട്ടു നീന്തി അടുത്തു. അത് കണ്ടപ്പോൾ കാളിയന് വീണ്ടും ദേഷ്യം. തൻ്റെ കാളകൂട വിഷത്തിൻ്റെ ശക്തിയെപ്പോലും ഒരു കൊച്ചു ചെറുക്കൻ അവൻ അവഗണിക്കുന്നുവോ? എന്തൊരു നാണക്കേടാണിത്! ഇങ്ങനെ തോന്നുകയാണ് ആർക്ക്? കാളിയന്. തൻ്റെ പത്തികളായിരവും വിടർത്തിക്കൊണ്ട് ആ ദുഷ്ടസർപ്പം വൈരാഗ്യത്തോടുകൂടി ബാലകൃഷ്ണ രൂപത്തിലുള്ള സാക്ഷാൽ വൈകുണ്ഠപതിയുടെ കാലിൽ പൊൻപാദത്തിൽ കടിച്ചു. അത് വകവയ്ക്കാതെ വാസുദേവപുത്രൻ വീണ്ടും മുമ്പോട്ടടുത്തു. ആ ദുഷ്ടൻ കുഞ്ഞിൻ്റെ മർമ്മങ്ങൾ തോറും കടിച്ചു. മസ്തകങ്ങൾ കൊണ്ട് മെയ്യാകെ അടിച്ചു. അതോടൊപ്പം ആ കൊച്ചോമന പൂവുടൽ അടിമുടി തൻ്റെ ശരീരം കൊണ്ട് അവൻ ചുറ്റി ചുറ്റി വരിഞ്ഞ് മുറുക്കി. കുറേ നേരത്തേക്ക് കൃഷ്ണൻ ഒന്നും ചെയ്യാതെ അവശൻ എന്നതുപോലെ അവൻ്റെ ചുറ്റുകൾക്കിടയിൽ ഒതുങ്ങിക്കിടന്നു. അത് കണ്ടപ്പോൾ പാവം ഗോപാലന്മാർ പേടിച്ചുപോയി. അവർ കരയിൽ നിന്നുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. പശുക്കളെല്ലാം പേടിച്ചു. അവർ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പുല്ലുപോലും തിന്നാതെ നോക്കി നിന്നു. അയ്യോ കൃഷ്ണ, നീ ഞങ്ങളെ വിട്ടേച്ചു പോയോ എന്നുള്ള തൻ്റെ കൂട്ടുകാരുടെ നിലവിളി ആ പ്രദേശം മുഴുവനും മുഴങ്ങിക്കേട്ടു. പിന്നെയുള്ള സംഭവങ്ങളൊന്നും ബാലന്മാർ കണ്ടില്ല. കാരണം കാളിയൻ അനന്തശായിയെയും കൊണ്ട് വെള്ളത്തിലേക്ക് മറഞ്ഞു. പിന്നെ നടന്നത് മുഴുവൻ വെള്ളത്തിനടിയിൽ വെച്ചായിരുന്നു. അപ്പോഴേക്കും നേരം സന്ധ്യയായി. സന്ധ്യയായിട്ടും പശുക്കളും കൃഷ്ണനും കൂട്ടുകാരും ഒന്നും തന്നെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നില്ല. അപ്പോൾ എന്തോ ഒരാപത്ത് വന്നിരിക്കുന്നുവോ എന്ന് വൃന്ദാവനത്തിലെ നിവാസികളൊക്കെ തന്നെ ചിന്തിക്കുവാൻ തുടങ്ങി. പല ദുശ്ശകുനങ്ങളും അവിടെ കാണപ്പെട്ടു. തൻ്റെ കുഞ്ഞിന് വല്ല അപകടവും പിണഞ്ഞിരിക്കുമോ എന്നുള്ള ആദിയാൽ യശോദയുടെ ഹൃദയം വെന്തുരുകുവാൻ തുടങ്ങി. നന്ദഗോപർക്കും സമാധാനമില്ലാതെയായി. വിഷമിക്കേണ്ട അച്ഛ, പരിഭ്രമിക്കേണ്ട. കൃഷ്ണന് യാതൊരു അപകടവും സംഭവിക്കുകയില്ല. വരാൻ താമസിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്ന് ബലരാമൻ സമാധാനപ്പെടുത്തി. എങ്കിലും ആർക്കും ഒരു സമാധാനവും ഉണ്ടായില്ല. യശോദയെപ്പോലെ മറ്റുള്ള ഗോപസ്ത്രീകളും അവരുടെ പുത്രന്മാരെ കാണാത്ത മനോവേദനയാൽ നെഞ്ചു തിരുമ്മിക്കൊണ്ട് കരയുവാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, സംശയമില്ല. അസുരന്മാർ അവനെ അകപ്പെടുത്തുവാൻ പുറകെ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യശോദ കരയുവാൻ തുടങ്ങി. കൃഷ്ണൻ്റെ കൂട്ടുകാരായ ബാലന്മാരുടെ മാതാപിതാക്കളും യശോദയോടൊപ്പം കരയുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ മുഴുവനും കരച്ചിലായി. ഒടുവിൽ എല്ലാവരും കൂടി കാളിന്തി നദീതീരത്തിലേക്ക് പുറപ്പെട്ടു. നന്ദൻ, ഉപനന്ദൻ തുടങ്ങിയ സർവ പ്രമുഖ ഗോപന്മാരും ബലരാമനും യശോദ, രോഹിണി, രാധ തുടങ്ങിയ പ്രധാന സ്ത്രീകളും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കാളിന്തി നദീതീരത്തിൻ്റെ പ്രദേശത്തിലേക്കാണ്, ആ നദീതീരത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത് എന്നുള്ള ധാരണ മാത്രമേ അവർക്കുള്ളൂ. എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്ന് അറിയാതെ അവർ പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഗോപബാലന്മാരുടെ കരച്ചിൽ അവരുടെ ചെവികളിൽ എത്തുകയാണ്. യശോദ തളർന്നു വീഴും എന്നു കരുതി രോഹിണി യശോദയെ താങ്ങിപ്പിടിച്ചിരുന്നു. അവർ കരച്ചിൽ കേട്ട സ്ഥലത്തെത്തി. ബാലന്മാരെല്ലാവരും അവിടെയുണ്ട്. കൃഷ്ണൻ മാത്രം അക്കൂട്ടത്തിലില്ല. യശോദ പൊട്ടിക്കരഞ്ഞു. കുഞ്ഞുങ്ങളെ, എൻ്റെ ഉണ്ണി എവിടെ?
എൻ്റെ കൺമണി എവിടെ? നിന്റെ അമ്മയെ വെടിഞ്ഞ് ആരോമലേ, നീ എവിടെ പോയി? നിന്നെ പ്രസവിച്ച നാൾ മുതൽ ഈ ദുഃഖം ഞാൻ അനുഭവിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ കരയുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗോപാല ബാലന്മാർ കാളിന്തിയുടെ മധ്യഭാഗത്ത് കാളിയനാൽ ചുറ്റപ്പെട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കൃഷ്ണനെ, കണ്ണനെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. അയ്യോ, എൻ്റെ പൊന്നുമകനെ ചതിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് യശോദയും നന്ദഗോപരും ഒരേ സമയം ആറ്റിലേക്ക് ചാടുവാനായി ഭാവിക്കുന്നു. ബലരാമൻ അവരെ തടയുന്നു. എന്നിട്ട് പറയുകയാണ്, അച്ഛാ, അമ്മേ, സമാധാനമായിരിക്കൂ, കരയാതിരിക്കൂ. കൃഷ്ണന് യാതൊരു ആപത്തും സംഭവിക്കുകയില്ല. എത്രയെത്ര ആപത്തുകൾ അവനെ വന്നു ചുറ്റി, അവയിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടില്ലേ? തൻ്റെ മാതാപിതാക്കളും സ്നേഹമേറിയ ഗോപന്മാരും ജ്യേഷ്ഠനും കൂട്ടുകാരുമൊക്കെ വിഷമിക്കുന്നത് കണ്ട് വിശ്വംഭരനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ചുറ്റിൽ നിന്നും മോചനം നേടുവാനായി തീരുമാനിക്കുന്നു. അത്രയും സമയം കൃഷ്ണൻ അതിന് തുനിയാതിരുന്നത് അഹങ്കാരിയായ കാളിയന് ഒരു മിഥ്യാ ജയബോധ്യം ഉണ്ടാകട്ടെ എന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത്, ഇവനെ ഞാൻ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞ് ഒന്ന് അഹങ്കരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൃഷ്ണൻ ഇതുവരെ അവൻ്റെ ആ പിടിയിൽ നിന്നും പുറത്തേക്ക് പോരാഞ്ഞത്. അതിനുശേഷം ഭഗവാൻ എന്തു ചെയ്യുകയാണ്? കാളിയൻ്റെ ചുറ്റിനകത്തു നിന്നുകൊണ്ട് സ്വയം വികസിക്കുവാൻ തുടങ്ങി. തൻ്റെ ഉടൽ മുഴുവനും പൊട്ടിത്തകരുമോ എന്ന് ഭയപ്പെട്ട് കാളിയൻ പെട്ടെന്ന് തന്നെ ചുറ്റഴിച്ച് ഉഗ്രകോപത്തോടുകൂടി ഭഗവാന്റെ നേർക്ക് കാളകൂട വിഷം ഛർദ്ദിച്ചു. ആ വിഷം ഭഗവാൻ ഭക്ഷിച്ചു. അതിനുശേഷം ഭഗവാൻ അവൻ്റെ മസ്തകത്തിലേക്ക് ചാടിക്കയറി. അവൻ്റെ ഓരോ ഭണത്തിന്മേലും മാറി മാറി തൻ്റെ തൃക്കാലുകൾ ചവിട്ടിക്കൊണ്ട് തിരുനടനം ആരംഭിച്ചു. കണ്ണൻ്റെ കുഞ്ഞു കാലുകൾ ഓരോന്നും ആ ദുഷ്ട സർപ്പത്തിൻ്റെ ഓരോ പത്തിമേലും പതിയുമ്പോൾ ഓരോ മല വന്നു വീണതുപോലെ അവന് അനുഭവപ്പെടാൻ തുടങ്ങി. അവൻ്റെ അസ്ഥികൾ തകർന്നു. കാർമുകിൽ വർണ്ണൻ്റെ കാളിയ മർദ്ദന തിരുനടനം കാണുവാനായി ആകാശവീഥിയിൽ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ വാദ്യം മുഴക്കി. ഗന്ധർവ കിംപുരുഷന്മാർ സംഗീതമാലപിച്ചു. അപ്സരസുന്ദരികൾ ആമോദത്തോടുകൂടി നൃത്തം ചെയ്തു. നാരദരും ബ്രഹ്മർഷികളും വൈകുണ്ഠപതിയുടെ ആ ദിവ്യ നൃത്തം വീക്ഷിച്ച് വാഴ്ത്തി സ്തുതിച്ചു. നൃത്തം ചെയ്യുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ്റെ കൊലുസുകൾ താളത്തിനൊത്ത് കിലുങ്ങിക്കൊണ്ടിരുന്നു. കൈകളിലെ തരിവളകൾ കിലുങ്ങി മണിനാദം മുഴക്കി. കണ്ണൻ്റെ പീതാംബരം കാളിന്തിയുടെ ജലത്താൽ നനഞ്ഞ് ആ പീതാംബരത്തിൽ നിന്നുള്ള മഞ്ഞ നിറം കാളിന്തി നദിയിൽ പടർന്നു. പീലി തിരുമുടിയിൽ നിന്നും ജലകണങ്ങൾ കവിൾത്തടങ്ങൾ വഴി മുത്തുമണികൾ പോലെ അടർന്നു വീണു. നൃത്തത്തിനനുസരിച്ച് കാതിൽ കിടന്നിരുന്ന കമ്മലുകൾ ആടിക്കൊണ്ടിരുന്നു. എളിയിൽ തിരുകിയിരുന്ന ഓടക്കുഴൽ ഇടയ്ക്കിടെ എടുത്ത് ഊതിക്കൊണ്ടിരുന്നു. ചുരുക്കം തിരുമെയ്യും തിരു ആഭരണങ്ങളും കണ്ണനോടൊത്ത് നൃത്തം ചെയ്യുകയായിരുന്നു എന്ന് ചുരുക്കം. മർദ്ദനം അവസാനിച്ചില്ല, അതങ്ങനെ തുടരുകയാണ്. കൃഷ്ണൻ്റെ കായാമ്പൂ മേനിയിൽ തൂവിയർപ്പുകൾ പൊടിഞ്ഞു. മർദ്ദനം ഒന്നുകൂടി രൂക്ഷമായി. കാളിയൻ്റെ അഹങ്കാരം മുഴുവനും അടങ്ങി. അവൻ്റെ ശരീരമാകെ തളർന്നു. ശ്വാസം നിലച്ചു. കണ്ണുകൾ തുറിച്ചു. ഭണങ്ങൾ സർവവും മടങ്ങി. അവൻ്റെ എല്ലാ വായ്കളിലും കൂടി ചോര കുടുകുടാ ഛർദിച്ചു. കാളിന്തീജലം രക്തനിറമായി. പ്രാണവേദനയോടുകൂടി കാളിയൻ വാലും ചുഴറ്റി വെള്ളത്തിലടിച്ച് പുളയുവാൻ തുടങ്ങി. എന്നിട്ടും കൃഷ്ണൻ മർദ്ദനം അവസാനിപ്പിച്ചില്ല. രൂക്ഷതരമായ നൃത്തം അപ്പോഴും തുടരുകയാണ്.
തങ്ങളുടെ ഭർത്താവിന് മരണം ആസന്നമായിരിക്കുന്നു എന്ന് കണ്ട് ഭയപ്പെട്ട് അവൻ്റെ പത്നിമാരായ നാഗവനിതകൾ തൊഴുകൈയോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ വന്ന് അഭയം അഭ്യർത്ഥിക്കുന്നു. ഭഗവാനെ കൃഷ്ണ, വൃഷ്ണിവംശ തിലകമേ, അവിടുന്ന് സാക്ഷാൽ വിശ്വേകനായകനായ വിഷ്ണു ഭഗവാൻ ആണെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. കരുണാവാരിതേ, ഭർതൃഭിക്ഷ അടിയങ്ങൾക്ക് നൽകണമേ. അടിയങ്ങളെ വിധവകളാക്കി തീർക്കരുതേ. കൃഷ്ണ ഭക്തവത്സല. ഈ വിധം കരഞ്ഞുകൊണ്ട് ആ ഉരകനാരികൾ സർവേശ്വരനെ വാഴ്ത്തി സ്തുതിച്ചു. തൻ്റെ മസ്തകത്തിൻ്റെ പുറത്തുനിന്നും നൃത്തം ചെയ്യുന്ന പുണ്യബാലൻ സാക്ഷാൽ ജഗന്മയനായ ശ്രീനാരായണ മൂർത്തിയാണെന്ന് കാളിയനും അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതോടുകൂടി അവൻ്റെ സർവ്വവിധത്തിലുള്ള അഹങ്കാരങ്ങളും നശിച്ചുപോയി. അവനും തൻ്റെ മസ്തകത്തിൻ്റെ പുറത്തുനിന്നും തിരുനടനം ചെയ്യുന്ന സമസ്ത ലോകനാഥനായ കൃഷ്ണനോട് മാപ്പിരന്നുകൊണ്ട് തന്നെ കനിഞ്ഞനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. അതോടൊപ്പം അനന്തകോടി വിഷ്ണുനാമങ്ങൾ ജപിച്ച് അവൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. കാളിയൻ്റെ പശ്ചാത്താപഭരിതമായ സ്തുതികൾ കേട്ടും അവൻ്റെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കരച്ചിൽ കേട്ടും സാക്ഷാൽ വൈകുണ്ഠപതി കരുണാനിധിയായി തീർന്നു. അദ്ദേഹം അവൻ്റെ ഭണങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി. ആ സമയം കാളിയൻ കൃഷ്ണനെ പലവുരു പ്രദക്ഷിണം ചെയ്തു. 100 ദണ്ഡ നമസ്കാരങ്ങൾ അർപ്പിച്ചു. സ്വാമി, അഹങ്കാരം കൊണ്ട് അടിയൻ പാപിയും പാമരനുമായി പോയതിനാൽ അപരാധങ്ങൾ സർവവും ക്ഷമിച്ച് അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണമെന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പാദസ്പർശം നിന്റെ ശിരസിലേറ്റതോടുകൂടി നിന്റെ പാപങ്ങളിൽ അധികവും നശിച്ചിരിക്കുന്നു. ഇനി മേലാൽ ഈ കാളിന്തിയിൽ നീ താമസിക്കരുത്. എൻ്റെ അനുഗ്രഹത്താലും സ്പർശത്താലും ഈ കാളിന്തി നദി ഇന്നു മുതൽ ഒരു പുണ്യതീർത്ഥമായി ഭവിച്ചിരിക്കുന്നു. നീ പോയി നിങ്ങളുടെ സങ്കേതമായ രമണക ദ്വീപിൽ താമസിച്ചു കൊള്ളുക. നിന്റെ മസ്തകങ്ങളിൽ എൻ്റെ പാദമുദ്ര പതിഞ്ഞിട്ടുള്ളതിനാൽ ഗരുഡൻ മേലാൽ നിന്നെ ഉപദ്രവിക്കുകയില്ല. സന്തോഷമായി പൊയ്ക്കൊള്ളുക. ഭാര്യമാരോടും കുട്ടികളോടും കൂടി അവൻ്റെ ജാതിവർഗങ്ങളോടും കൂടി കാളിയൻ കണ്ണനെ താണുവീണ് വന്ദിച്ചു. അതിനുശേഷം ഭഗവാന്റെ മൗലിയിൽ അവൻ്റെ ഭണത്തിന്മേലിരുന്ന മരതക മാണിക്യ രത്നമെടുത്ത് അണിയിച്ച് തൊഴുത് വിടവാങ്ങി. കാളിയൻ കൃഷ്ണന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചതും അവിടെ നിന്നും കാളിന്തി വിട്ട് രമണക ദ്വീപിലേക്ക് പോയതുമൊന്നും തന്നെ മഹാമായയുടെ വൈഭവത്താൽ കരയിൽ നിന്നവരാരും തന്നെ കണ്ടതും ഇല്ല. പടിഞ്ഞാറൻ ചക്രവാളത്തിലെ ചുമന്ന മേഘങ്ങൾ മാഞ്ഞു. അന്തിക്കാറ്റ് വീശിത്തുടങ്ങി. തൻ്റെ പുത്രി ഭഗവാന്റെ സ്പർശനത്താൽ പുണ്യവതിയായി തീർന്നത് കണ്ട് ആനന്ദിച്ചുകൊണ്ട് ആദിത്യനും അഗസ്ത്യഗിരിയെ പ്രാപിച്ചു. ആ സമയം കണ്ണൻ ചിരിച്ചുകൊണ്ട് കാളിന്തി നദി നീന്തി കരയ്ക്കെടുത്ത് തൻ്റെ മാതാപിതാക്കളുടെ അടുത്തു വന്നു നിന്നു. കണ്ണനെ കണ്ട് യശോദ വാരിയെടുത്ത് സന്തോഷത്തോടുകൂടി പലവുരു ചുംബിച്ചു. നന്ദഗോപരും ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് ആശ്ലേഷിച്ചു. നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കിട്ടി എന്നതുപോലെയുള്ള ഒരു സന്തോഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും. ബലഭദ്രൻ അടുത്തു വന്ന് അനുജനെ സന്തോഷത്തോടു കൂടി ആശ്ലേഷിച്ചു. എല്ലാവരും സന്തോഷിച്ചു. പശുക്കൾ സന്തോഷിച്ചു. അമ്പാടി മുഴുവനും സന്തോഷിച്ചു. എല്ലാവരും സന്തോഷത്തോടു കൂടി അമ്പാടിയിലേക്ക് തിരികെ പോയി. ഹരേ കൃഷ്ണ. കാളിയമർദ്ദനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നാമം ജപിക്കണം.
എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.